ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയുമായി കുടുംബശ്രീ. കെ ലിഫ്റ്റ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം. രാജേഷ് നിർവഹിച്ചു. തിരികെ സ്കൂളിൽ എന്ന ക്യാമ്പയിനിൽ നിന്നും ലഭിച്ച ഊർജ്ജം ഉൾക്കൊണ്ടാണ് കെ ലിഫ്റ്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. തിരികെ സ്കൂൾ സമാപനവും മന്ത്രി നിർവഹിച്ചു. ഇതോടെ ന്യൂസ് അറ്റ് 5 PM പൂർണ്ണമാകുന്നു. ആവണി ചന്ദ്ര പ്രാദേശിക വാർത്തകളുമായി ചേരും. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം നൽകാൻ ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച ക്യാമ്പയിനാണ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. കുടുംബശ്രീയുടെ ചരിത്രത്തിലെ ഐതിഹാസിക മുന്നേറ്റമായിരുന്നു തിരികെ സ്കൂളിൽ ക്യാമ്പയിൻ. ഇതിന്റെ തുടർച്ചയായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തിരികെ സ്കൂളിൽ ക്യാമ്പയിനിന്റെ സമാപനവും കെ ലിഫ്റ്റ് 2024 ക്യാമ്പയിനിന്റെ ഉദ്ഘാടനവും മന്ത്രി എം. രാജേഷ് നിർവഹിച്ചു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമ്പോൾ അതിൽ കുടുംബശ്രീ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ കാലത്തെ പ്രവർത്തനത്തെ വിലയിരുത്താൻ ഒപ്പം പുതിയ കാലത്തിന്റെ വെല്ലുവിളികളും സാധ്യതകളും മനസ്സിലാക്കാൻ കൂടി ഈ ക്യാമ്പയിൻ സഹായിക്കുകയുണ്ടായി. നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് 2016.71% അതിദരിദ്രരുടെ എണ്ണം കേരളത്തിൽ. അത് 2021 ആയപ്പോൾ 0.55% കുറഞ്ഞു. കഴിഞ്ഞ ദിവസം വന്ന നീതി ആയോഗ് റിപ്പോർട്ട് പറയുന്നത് 0.48% കുറയും എന്നാണ്. എന്ന് പറഞ്ഞാൽ ക്രമാനുഗതമായിട്ടുള്ള കുറവ് ദാരിദ്ര്യത്തിലുണ്ടായി. അതിൽ ആ മാറ്റം ഉണ്ടാക്കുന്നത് കുടുംബശ്രീയുടെ നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങൾ അഭിമാനകരമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിച്ച ഏറ്റവും വലിയ പരിശീലന ക്യാമ്പയിൻ എന്ന വിഭാഗത്തിൽ ലഭിച്ച ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയുടെ സർട്ടിഫിക്കറ്റുകളും തിരികെ സ്കൂളിൽ ക്യാമ്പയിനിന്റെ സുവനീർ പ്രകാശനവും ഉപജീവന ക്യാമ്പയിൻ കെ ലിഫ്റ്റ് 2024 കൈപ്പുസ്തകത്തിന്റെയും ലോഗോയുടെയും പ്രകാശനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.